എന്താണ് ഗവർണറുടെയും രാജ്ഭവന്റെയും ഈ വിഷയത്തിലെ ന്യായീകരണം? അത് ഭാരതാംബ എന്ന ആ ഇമേജ്, ആ ചിത്രം, അത് ഇന്ത്യയെ അമ്മയായി കാണുന്ന, അമ്മയും ദേവിയുമായി കാണുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ സ്വീകരിക്കുകയും ആ സങ്കല്പത്തെ ആരാധിക്കുകയും ആ സങ്കല്പത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അതിനെ നിന്ദിക്കുന്ന ഒന്നിനോടും യോജിക്കാൻ കഴിയില്ല. ഇതാണല്ലോ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ ആശയ അടിത്തറയും. ഈ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രതീകമാകുന്നത്? എങ്ങനെയാണ് RSS വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഭാരതാംബ ചിത്രം, അതിനെ തുഴയേണ്ടതും ആ ചിത്രത്തെ വന്ദിക്കേണ്ടതും ആദരിക്കേണ്ടതുമൊക്കെ എല്ലാ ഇന്ത്യൻ പൗരൻ്റെയും ഒരു നിർബന്ധിത അവകാശമായി മാറുന്നത്? അതെങ്ങനെയാണ്? അത് RSS ചിഹ്നമല്ലേ? അതെങ്ങനെയാണ് രാജ്യത്തിന്റെ ചിഹ്നമായി മാറുന്നത്? നമുക്ക് ഒന്നാമത്തെ കാര്യം, ഭാരതാംബ എന്നത് നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പലപ്പോഴും സൂചിപ്പിച്ച പോലെ ഒരു RSSന്റെ കോൺസെപ്റ്റ് അല്ല. ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കാലം മുതൽക്കേ, അല്ലെങ്കിൽ അതിനുശേഷം ഈ പറഞ്ഞ പോലെ അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പെയിന്റിങ്ങിലാണ് നമ്മൾ ആദ്യമായിട്ട് ഭാരത് മാതാവിന്റെ ഒരു പെയിന്റിംഗ് കാണുന്നത്. അതിലിപ്പോ ഇനിയിപ്പോ കാവ്യാണ് പ്രശ്നമെങ്കിൽ, ഭാരത് മാതാ പെയിന്റിംഗിൽ അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ പെയിന്റിംഗ് നോക്കുകയാണെങ്കിൽ അതിൽ ഭാരത് മാത ധരിച്ചിരിക്കുന്നത് കാവ്യല്ലേ. ഇപ്പോഴത്തെ ഈ പറയുന്ന ഒരു അഡാപ്റ്റേഷൻ, ഈ ഒരു കാവിക്കോടി പിടിച്ചിട്ടുള്ള ഭാരത് മാത എന്ന അഡാപ്റ്റേഷൻ, അത് RSSന്റെ ഒന്നല്ല, അത് ഏതോ കാലം മുതൽക്കേ ഉണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്, അല്ലെ ഇത് വരച്ചത് ആരാണ് എന്ന് ആർക്കും അറിയില്ല. അത് ഇവോൾവ് ആയി വന്നൊരു ചിത്രമാണ്, അഡാപ്റ്റ് ചെയ്യപ്പെട്ടൊരു ചിത്രമാണ്. ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ഒന്ന്, അതായത് എനിക്കൊന്ന് ഇവിടെ സംസാരിച്ച അഡ്വക്കേറ്റ് ആണ് പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ പൈതൃകത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമില്ല എന്നുള്ളത്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇനിയിപ്പോ അദ്ദേഹം ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാണ് ദേശീയ ചിഹ്നമായി മാറുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ദേശീയ ചിഹ്നമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഗവർണർ ഇതൊരു ദേശീയ ചിഹ്നമായി കാണണമെന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ ഇതിന് വയലേഷൻ ഉണ്ടോ? അതായത് ഭാരതാംബ ബാൻ ചെയ്യപ്പെട്ട ഒരു ചിഹ്നമാണോ? ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഗവർണർ വയലേറ്റ് ചെയ്യുന്നുണ്ടോ? അത് നോക്കിയാൽ പോരെ. അങ്ങനെ ഒരു വയലേഷൻ അവിടെ നടക്കുന്നില്ല. ഭാരതാംബ എന്നത് ഒരു പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള, വളരെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിനെ എത്ര മോശമായ രീതിയിലാണ് ഈ കാർൽ മാർക്സുമായിട്ട് താരം ചെയ്യുന്നത്? അല്ല, ഒറ്റ സെക്കൻഡ്. അങ്ങനെ വളരെ വൈഡ്ലി അക്സെപ്റ്റഡ് കോൺസെപ്റ്റ് ആണ്. പക്ഷെ ആ ചിത്രം ആ രീതിയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളതല്ല. അത് ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രയോജനപ്പെടുത്തിയിരുന്നത്. ആ സമയത്ത് പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി 1982 അദ്ദേഹത്തിന്റെ ആനന്ദ് മഠ് എന്ന നോവലിലൂടെയാണ് ആ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിനു മുൻപ് 77 ഭാരത് മാത എന്ന ഒരു നാടകം കിരൺ ചന്ദ്ര ബാനർജി എഴുതിയിട്ടുണ്ട്. അതിനുശേഷവും പിന്നീട് ജലഛായ ചിത്രങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ചിത്രങ്ങളിൽ പലതരത്തിലുള്ള, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാവ്യ ഉടുത്ത ഭാരതാംബയിൽ കൈകളിൽ നെൽക്കതിര്, അതുപോലെ തന്നെ വെളുത്ത പരുത്തിത്തുണി, ഗ്രന്ഥം, പിന്നെ ജപമാല, ആ കോൺസെപ്റ്റാണ് ആ ഭാരതമാതയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കൊൽക്കത്തയിൽ രൂപപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി ഭാരതാംബ എന്ന ചിഹ്നത്തെ, എന്ന ബിംബത്തെ രൂപപ്പെടുത്തിയപ്പോൾ കയ്യിൽ ത്രിവർണ്ണ പതാക ഏന്തിയ ഒരു ദുർഗാദേവി ബിംബത്തെ അവതരിപ്പിച്ചത്. അതല്ല ഗവർണർ ആരാധിച്ചു, അല്ലെങ്കിൽ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ചിരിക്കുന്നത്. അത് കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ഭാരതാംബയാണ്. അത് ദേശത്തിലാകമാനം സ്വീകരിക്കപ്പെട്ട ഒരു ചിത്രവുമല്ല. അതുകൊണ്ടാണ് ഇത് വിവാദം ഉണ്ടാകുന്നതും അതൊരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് യോജിച്ചതല്ല എന്ന വാദങ്ങൾ ഉയരുന്നത്. നോക്കൂ, എനിക്ക് തോന്നുന്നു താങ്കളുടെ ചോദ്യത്തിന് താങ്കൾ തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഭാരത് മാതാക്ക് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ ഭാരതാംബ എങ്ങനെ വേണം, അല്ലെങ്കിൽ ഈ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കണം എന്ന് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ എന്താ പറയാ, തണലാക്കി വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ ഏത് ഭാഗത്താണ് ഭാരതാംബ എങ്ങനെ വേണം, അല്ലെങ്കിൽ ഭാരതാംബയുടെ കയ്യിൽ ഭാരതത്തിന്റെ കൊടി തന്നെ വേണമെന്ന് പറഞ്ഞത്? അങ്ങനെ എവിടെ ഒരു കോൺസെപ്റ്റ് ഇല്ലാത്ത കാലം വരെ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാത്തവരെ രാജ്ഭവനിൽ അത് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 154, 162 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം രാജ്ഭവനിലെ ഫർണിഷിംഗ്സ് ആണെങ്കിലും, ആർട്ട് വർക്ക്സ് ആണെങ്കിലും, ഗസ്റ്റ് പ്രോട്ടോകോൾ ആണെങ്കിലും, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണെങ്കിൽ പോലും അവിടുത്തെ ഗവർണറുടെ സെക്രട്ടേറിയറ്റിന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഭാരതമാതാവിന്റെ ഒരു ചിത്രം അവിടെ വെക്കുന്നത് ഒരു പ്രോട്ടോകോൾ ലംഘനമില്ല. പിന്നെ ഭാരതാംബ ബാൻ ചെയ്യപ്പെട്ട കോൺസെപ്റ്റ് അല്ലല്ലോ. ഇവിടെ കാവിക്കൊടി പിടിച്ചതാണോ പ്രശ്നം? കാവിക്കൊടി പിടിച്ച ഭാരതാംബ ബാൻ ചെയ്യപ്പെട്ട കോൺസെപ്റ്റ് ആണോ? ഇവിടെ എനിക്ക് അറിയേണ്ടത്, ഇവിടെ ഏത് റൈറ്റ് ആണ്, ഏത് ലീഗൽ പ്രൊഹിബിഷൻ ആണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊഹിബിഷൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയണം.
അത് ഇത്രയും നേരം ചർച്ച ചെയ്തിട്ട് ഇവിടെ വർഗീയത RSSന്റെ ചിഹ്നം എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഏത് ലീഗൽ പ്രൊവിഷനാണ് വയലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ് ഭാരതാംബ കാവിക്കോടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഏത് ലീഗൽ പ്രൊവിഷനാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 അത് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അപ്പൊ ഇതൊന്നും വയലേറ്റ് ചെയ്യപ്പെടുന്നില്ലാത്ത കാലം വരെ ആ ഭാരതാംബയുടെ പോർട്രേറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത്? അപ്പൊ ഇവിടെ ഡെക്കോറം ആരാണ് വയലേറ്റ് ചെയ്തതെന്ന കാര്യത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ഒരു ഫോർമൽ ഇവന്റ് ഒരു മന്ത്രി ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു ഡെക്കോറം വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഗവർണർ ഇൻഫോം ചെയ്യാതെയാണ് പോകുന്നത്. അത് ഒരു ബേസിക് കേർട്ടസിയാണ്. രാജ്ഭവൻ ഫംഗ്ഷൻസിൽ നമ്മൾ കാണിക്കുന്ന ഒരു ബേസിക് കേർട്ടസിയാണ്. മന്ത്രിമാർ, പ്രത്യേകിച്ച് മിനിസ്റ്റേഴ്സ് കാണിക്കേണ്ട ഒരു ബേസിക് കേർട്ടസി അവിടെ ലംഘിച്ചു. ഗവർണർ ഓഫീസിനോടുള്ള ഒരു ഡിസ്റെസ്പെക്ട് ആണത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്ട് ആണത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതിനെ ലംഘിച്ചു. അപ്പം മിനിസ്റ്റേഴ്സ് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ഒരു പരിപാടിയിൽ ഒരു ഫോർമൽ കൺക്ലൂഷൻ ഇല്ലാതെ ഇറങ്ങി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. ഒരു ഫുൾ വ്യൂല്, അതായത് ഒരു സ്റ്റുഡൻസ് ഒക്കെ ഇരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ അതൊരു യൂത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അപ്പൊ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ? ഒന്നുകിൽ അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ചരിത്രമായിട്ടില്ല. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ അത്ര വലിയ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ പല റെജിമെന്റുകളുടെയും ഈ യുദ്ധകാഹളം കേട്ടിട്ടുണ്ടോ? അത് പലപ്പോഴും ഹിന്ദു ദേവി ദേവതമാരുടെ എന്താ പറയാ മന്ത്രങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഉച്ചരിച്ചുകൊണ്ടാണ് അവർ ഈ വാർ ക്രൈ ഉള്ളത് അവരുടെ. അതായത് ഈ രാജ്പുത് റെജിമെന്റിന്റെ ബോലോ ബജറംഗ് ബലി കി ജയ് എന്നാണ് രാജ്പുത് റെജിമെന്റിന്റെ വാർ ക്രൈ. ഡോഗ്ര റെജിമെന്റ് ജ്വാലാമാത കി ജയ് എന്നാണ് പറയാറ്. JK റൈഫിൾസ് അവർ ദുർഗാമാത കി ജയ് എന്നാ പറയാറ്. ബീഹാർ റെജിമെന്റ് ഹർ ഹർ മഹാദേവ് എന്നാ പറയുന്നത്. ഇതൊക്കെ എന്താ പറയാ ഏതെങ്കിലും ഒരു ലംഘനാണോ? അതായത് ആർമി ആക്ട് 1950 ഇത് പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവും. ഇന്ത്യയെ മദർലാൻഡായി കാണുന്ന ഓരോ വ്യക്തിക്കും ഭാരതമാതാവ് എന്ന കോൺസെപ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുള്ള കാലം വരെ ഈ ഭാരതമാതാവിനോട് ആർക്കും ഒരു എതിർപ്പില്ല. ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭാരതമാതാ ടെമ്പിൾ ഉണ്ടല്ലോ, പല സ്ഥലങ്ങളിലായിട്ട്. ഉജ്ജയിനിലുണ്ട്, വാരാണസിയിലുണ്ട്, ഹരിദ്വാറിലുണ്ട്, പല സ്ഥലങ്ങളിലും ഭാരതമാതാ ടെമ്പിൾ ഉണ്ടല്ലോ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പെയിന്റിംഗ് കാണാൻ പറ്റും, ഈ പോർട്രേറ്റ് കാണാൻ പറ്റും. അവിടെ അതായത് മിഥുൻ, താങ്കളുടെ വാദം ലളിതമായി പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഏത് ചിഹ്നവും ഗവർണർക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടരണം, അതായത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ആഗ്രഹങ്ങളോ ഇഷ്ടത്തിന്റെയോ ഭാഗമായി അത് ഔദ്യോഗിക ചടങ്ങുകളിൽ അത് ഉപയോഗിക്കുന്നതിലോ അത് കൊണ്ടുവരുന്നതിലോ ഒരു തെറ്റുമാർക്കും പറയാൻ പറ്റില്ല. അതാണോ താങ്കളുടെ വാദം? അതാണോ താങ്കളുടെ വാദം? അതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്റെ വാദം. അതായത് അവിടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടക്കുന്നില്ല, മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രോട്ടോകോൾ വയലേഷൻ നടക്കുന്നില്ല എങ്കിൽ അത് അവിടെ വെക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം രാജ്ഭവനിലെ ഈ പറഞ്ഞ പോലെ ആർട്ട് വർക്ക്സ്, അവരുടെ ഗസ്റ്റ് പ്രോട്ടോകോൾ, ഫർണിഷിംഗ്സ് ഒക്കെ തീരുമാനിക്കാൻ, അതായത് കാറൽ മാർക്സിന്റെ ചിത്രമോ ചെങ്കടിയോ ഏന്തി നിൽക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഗവർണർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹവും അത് പാലിക്കാം. അതിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതെന്താ നിരോധിക്കപ്പെട്ട ചിത്രമാണോ കാറൽ മാർക്സിന്റേത്? അല്ല, കാറൽ മാർക്സ് നമ്മൾ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ചിത്രമാണോ? എന്താണ് ഈ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാൻ? കാറൽ മാർക്സ് ഒരു നാഷണൽ കോൺസെപ്റ്റ് ആണോ? കാറൽ മാർക്സ് ഒരു നാഷണൽ കോൺസെപ്റ്റ് ആണോ? കാറൽ മാർക്സ്, അതെ, നാഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭാരത് മാതയുടെ ഒരു സിംഗിൾ കോൺസെപ്റ്റ് അതല്ലല്ലോ, കാവിക്കൊടി പിടിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് അല്ലല്ലോ ഭാരത് മാത. ഞാൻ ചോദിക്കുന്നത്, ഭാരത് മാത നാളെ ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ അതിനോട് ഗവർണർ ഈ ഒരു ഔദ്യോഗിക ചടങ്ങിൽ വെച്ചാൽ ഗവർണർ അതിന്റെ ഭാഗമായി നിൽക്കണം അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ മറ്റ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭാരത് മാതയെ നിന്ദിക്കുന്നതിന് സമമാകും. അല്ല,